എല്ലാവർക്കും നമസ്കാരം. ആയുർവേദ സുവൽചികിത്സയുടെ ഏറ്റവും പ്രധാന മാസമാണ് കർക്കിടക മാസം. ഈ കർക്കിടക മാസത്തിൽ ഔഷധ സേവയും മറ്റുള്ള ക്രിയാകർമ്മങ്ങളും ചെയ്യുന്നത് അത്യുത്തമമാണ്. ഔഷധ സേവയിൽ ഏറ്റവും പ്രധാനം കർക്കിടക കഞ്ഞി കഴിക്കുക എന്നുള്ളതാണ്. 7 ദിവസം മുതൽ ഈ കർക്കിടക മാസം മുഴുവനും കഴിക്കുന്നവരും കർക്കിടക കഞ്ഞി കഴിക്കാം, നല്ല കാര്യമാണ്. കർക്കിടക കഞ്ഞിക്കൂട്ട് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഞങ്ങളിവിടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിയുടെ കൂട്ടിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞങ്ങൾ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിയുടെ കൂട്ടിൽ 40-ൽ പരം ചേരുവകൾ ചേരുന്നുണ്ട്. അതിൽ നവരരി ഒഴികെ മറ്റുള്ളവയെല്ലാം പൊടിച്ചാണ് ചേർക്കുന്നത്. അതിൻ്റെ നിർമ്മാണ രീതിയും ആ മരുന്നുകളുടെയും മറ്റും കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ തയ്യാറാക്കണ കർക്കിടക കഞ്ഞിയുടെ കൂട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. കമ്പ്, ചോളം, മക്കാച്ചോളം, ഗോതമ്പ്, കടല, മുതിര, ചെറുപയർ, മല്ലി ഇവകളാണ് ധാന്യങ്ങൾ. കൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങൾ കുരുമുളക്, തിപ്പല്ലി, ചുക്ക്, ഏലക്കായ, കരയാമ്പൂ, ജാതിപത്രി, ജാതിക്ക, പിന്നെ നിലക്കടലയും അണ്ടിപ്പരിപ്പുമുണ്ട്. പിന്നെ ഉലുവ, വെളുത്ത കടുക്, ശതകുപ്പ, അത് പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഈ കർക്കിടക കഞ്ഞിയിലത്തെ. ഓമം, ജീരകം, പെരിഞ്ജീരകം, തക്കോലം, എള്ള്, ആശാളി, മഞ്ഞൾ, കറുകപ്പട്ട, ചുരുൾപ്പട്ട, പിന്നെ പ്രധാനപ്പെട്ട നവരരി, പിന്നെ നാളികേരം, പിന്നെ പച്ചമരുന്നുകളാണ്. അവയുടെ ഇലകളാണ് നമ്മൾ ചേർത്ത. ഇതൊക്കെ ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. തഴുതാമ, ചെറുള, കിഴാർനെല്ലി, പൂവാങ്കുറുന്തല, ഉഴിഞ്ഞ, മുക്കുറ്റി, പനിക്കൂർക്ക, തുളസി, കഞ്ഞുണ്ണി, കരിനൊച്ചി, പിന്നെ കുറുന്തോട്ടിയുടെ വേര് നമ്മൾ അരച്ച് ചേർത്തു. ഇതിൽ ഈ വക സാധനങ്ങളെല്ലാം കൂടിയിട്ടുള്ളതിൻ്റെ പൊടിയാണിത്. കഞ്ഞിമരുന്ന് എല്ലാം കൂടി പൊടിക്കുന്ന പൊടിയാണ് ഇത്. സാധാരണ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിയുടെ കിറ്റാണിത്. ഞങ്ങൾ ചെറിയ വില 100 രൂപ അത്രയ്ക്കൊക്കെ വാങ്ങുള്ളൂ. ഒരു പാക്കറ്റ് 100 രൂപ വാങ്ങുള്ളൂ. ഇതിൻ്റെ അവധി എല്ലാം ഇതിലുണ്ട്. മരുന്ന് ഇതാണ് ഇത്രയും സാധനങ്ങൾ പൊടിക്കുന്ന മരുന്ന്. ഇത് ഒരാൾക്ക് ഒരാഴ്ച കഴിക്കാനുള്ള കഞ്ഞിയുടെ മരുന്നാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ തീർച്ചയായും ഒരാഴ്ചയെങ്കിലും കഞ്ഞി കുടിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് അരി 2 ആൾക്ക് ധാരാളം മതി. നവരരി നല്ലോണം കഴുകണം. കഴുകുക, വൃത്തിയായി 3 പ്രാവശ്യം നവരരിനെ കഴുകണം. നല്ല വേവുള്ള അരിയാണ് നവരരി. അതുകൊണ്ടാണ് കുക്കറിൽ വയ്ക്കുന്നത്. അരി കുറച്ച് സമയം നനച്ച് കുതിർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചാൽ വളരെ നല്ലതാണ്.
ഈ ചെറിയൊരു ഗ്ലാസ് അരി 2 ആൾക്ക് ധാരാളം മതി. പിന്നെ നമ്മുടെ കഞ്ഞിമരുന്നിൻ്റെ പൊടി 2 ചെറിയ സ്പൂൺ, 2 ആൾക്ക് കേട്ടോ. ഇത്ര മതി. വെള്ളത്തിൻ്റെ അളവ് ആവശ്യാനുസരണം വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ 3/4 ലിറ്റർ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഇരട്ടി വെള്ളവും വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ നമ്മളെ കഞ്ഞി, കർക്കിടക്കഞ്ഞി ഏകദേശമായി. 4 വിസിലടിക്കണം കുക്കറിൽ. തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങ ചിരകി ഇടാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് മൂടി വെക്കണം കുറച്ച് നേരം. എന്നിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. വേണമെങ്കിൽ അല്പം നെയ്യും കൂടി ചേർത്താം. ഞാനിവിടെ തയ്യാറാക്കുന്നതിൽ നെയ്യ് ചേർത്തിയിട്ടില്ല. വില കുറവും ഗുണം കൂടുതലുമുള്ള ഈ മരുന്ന് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക.